ബി അരുൺ കൂടിയുണ്ട്. അരുൺ കുറേ ദിവസമായി കാഴ്ചകൾ ഇവിടെ ഇങ്ങനെ കാണുകയാണ്. അരുൺ യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? ഇത് ഈ റോഡ് ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് ശരിക്കും ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള റോഡ് പണി കുഴിക്കലൊക്കെ 2-3 വർഷമായിട്ട് പല ഘട്ടങ്ങൾ നടക്കുന്നു. പലതവണ റോഡ് കുഴിക്കുന്നു, വീണ്ടും ടാർ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊരു വലിയ രീതിയിലേക്കുള്ള ഒരു ദുരന്തമായി മാറിയത് ശരിക്കും ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ്. രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോളിഞ്ചി സ്കൂളിൽ തൊട്ടടുത്ത് ഇവിടെ സെന്റ് ജോസഫ് സ്കൂളുണ്ട്, താഴെ വഞ്ചൂർ സ്കൂളുണ്ട്, സർക്കാർ സ്കൂളുണ്ട്. അങ്ങനെ നിരവധി സ്കൂളുകളുള്ള ഒരു മേഖല. സ്കൂളിൽ മാത്രമല്ല കോടതി അടക്കം പ്രവർത്തിക്കുന്ന സ്ഥലമുണ്ട്, നിരവധി സർക്കാർ ഓഫീസുകളുണ്ട്. ഇവിടെ ഒരു ദിവസം രാവിലെ വരുമ്പോൾ കാണുന്നത് ഏതാണ്ട് ഇതിന്റെ മധ്യഭാഗത്ത്, ഈ റോഡിന്റെ മധ്യഭാഗത്ത് വലിയൊരു കുഴി, അതായത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ കഴിയാത്തൊരു കുഴി ഈ റോഡിന്റെ മധ്യഭാഗത്തേക്ക് രൂപപ്പെട്ടു. അവിടെയാണ് ആളുകൾ ശരിക്കും ഞെട്ടലെടുത്ത്, അതായത് രാത്രിയുടെ മറവിൽ ചെയ്യുന്ന ഒരു ജോലിയാണ് റോഡ് പണിയെന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ ഈ അർദ്ധരാത്രി വലിയൊരു കുഴി ഉണ്ടാകുന്നു. രാവിലെ സ്കൂളിലേക്ക് വന്ന കുട്ടികൾ, രക്ഷാകർത്താക്കൾ, ഇവിടെ ഒരു ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂൾ കൂടിയാണ്. അങ്ങനെ കന്യാസ്ത്രീകൾ വലിയ രീതിയിൽ അവിടുത്തെ അധ്യാപികമാരൊക്കെയാണ് അവരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധവുമായി ഇറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വിവരം അറിയുന്നത് ഈ റോഡ്. കാരണം അവരെപ്പോഴും ഉപയോഗിക്കുന്ന റോഡാണ്. അങ്ങനെയാണ് ഇതിന്റെ ഈ ദുരിതകാലം. ഫെബ്രുവരി ആദ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെയ് പകുതിയാകുന്നു. ഈ 3 മാസം 2.5 മാസത്തിലേറെയായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ 5 ദിവസം മുമ്പ് ഇവിടെ ഏറെക്കുറെ പണി പൂർത്തിയാക്കി, തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് വോട്ടെടുപ്പിന് മുമ്പ് അവിടെ ആ ഭാഗത്തേക്ക് മെറ്റലൊക്കെ അടുക്കിയിരിക്കുന്നത് കാണാം. അവിടെ റോഡ് പണി പൂർത്തിയായി ടാർ ചെയ്യാൻ തീരുമാനമെടുത്തതാണ്. ഈ വോട്ടെടുപ്പിന് മുമ്പ് അത് പൂർത്തിയാക്കാനുള്ള പ്രഖ്യാപനം വന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് അവസാനം സന്ദർശിച്ചപ്പോഴും ഇത് ഉടൻ പൂർത്തിയാകുമെന്ന് പറഞ്ഞാണ്. പക്ഷെ അതിനിടയിലാണ് വീണ്ടും ഈ പൈപ്പ് പൊട്ടുന്നത്. അതായത് ഈ വാട്ടർ അതോറിറ്റി അറിയിക്കാതെ കരാറുകാർ വീണ്ടും റോഡ് കുഴിച്ചു വിടുക. അതിന്റെ ഭാഗമായി വീണ്ടും പൈപ്പ് പൊട്ടിയാണ് വീണ്ടും ഇത്തരം ഒരു ദുരിതത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോയത്. ഇപ്പോൾ ഈ പണികൾ നടക്കുന്നു. കേബിളിംഗ് കൊണ്ട് സൈത്ത് പറഞ്ഞ പോലെ പൈപ്പ് ഇടുന്നുണ്ട്. നിരവധി പദ്ധതികളുടെ കേബിളുകളും പൈപ്പും ഒക്കെ ഇടുന്നുണ്ട്. ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ ടാറ് പിന്നിട്ട് ഈ ഭാഗം താഴേക്ക് പോയാൽ വഞ്ചൂർ കോടതിയുടെ പരിസരത്തേക്ക് ആ റോഡിലേക്ക് എത്തിയാൽ വീണ്ടും ഈ കാഴ്ച. ഇത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി യഥാർത്ഥത്തിൽ ഈ നല്ല റോഡിലുള്ള റോഡുകൾ പൊളിച്ചു പണിയാണ് ചെയ്തത്. അപ്പം ഈ അന്ന് റോഡുകൾ പൊളിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും ഇവർ കരുതിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഒരു പ്രതിസന്ധി ആദ്യം സൈറ്റ് സൂചിപ്പിച്ച പോലെ ഈ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കരാറുകാരൻ ആദ്യം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തയ്യാറായില്ല. പിന്നീട് മന്ത്രി ഇടപെട്ട് കരാറുകാരനെ മാറ്റേണ്ടി വന്നു. സ്വാഭാവികമായി അതിന്റെ ഭാഗമായുള്ള പണി. ഏറ്റവും പ്രശ്നം നമ്മൾ പണ്ട് പറയും പോലെ ഒരു സ്ഥലത്ത് റോഡ് PWD ടാർ ചെയ്യും, വാട്ടർ അതോറിറ്റി ഒന്ന് കുഴിക്കും. അങ്ങനെ ഒരു പ്രശ്നം എപ്പോൾ കണ്ടുകൊണ്ടേ ഉള്ളതാണ്. അത് ഇവിടെ കുറച്ചുകൂടി വലിയ സംഭവമായത്. ഇവിടെ വാട്ടർ അതോറിറ്റി PWD മാത്രമല്ല കക്ഷികൾ, സിറ്റി ഗ്യാസ് ഉണ്ട്, സ്വകാര്യ കേബിൾ, റോഡ് എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്യണം കുറെ മാസമായിട്ട്. ഭയങ്കര എൻജോയ്മെന്റ്. ഓഫ് റോഡ് പോകണ്ടല്ലോ. ആളുകളുടെ അവസ്ഥ തീർച്ചയായിട്ടും അത് ആ ഒരു ദുരിതം അനുഭവിച്ച ആളുകൾക്ക് അറിയാം. എത്രയോ മാസമായിട്ട്, എത്രയോ ആഴ്ചകളായിട്ട് ഇതാണ് അവസ്ഥ. എന്നത് തീരും എന്ന കാര്യം വ്യക്തമല്ല. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കൂടിയുള്ള സ്ഥലമാണ് ഇവിടെ. അവരുടെ ദുരിതങ്ങൾ വേറെയാണ്. സ്വാഭാവികമായി റോഡിൽ നമ്മൾ യാത്രക്കാരെ മാത്രമാകും പലപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ വ്യാപാര സ്ഥാപനങ്ങൾ വലിയ യഥാർത്ഥത്തിൽ ഇത് വലിയ തിരക്കേറിയ ഒരു ഇടമാണ്. പക്ഷേ അവിടെയാണ് ഇങ്ങനെ ഒരു ബ്ലോക്കേജ് വന്നതിന് ശേഷം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം. അവിടെ ഈ നമുക്ക് റോഡ് പണി വരുമ്പോൾ സ്വാഭാവികമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ നീണ്ടുപോയി എന്നതാണ് യഥാർത്ഥത്തിൽ അതിലൊരു കാര്യക്ഷമമായ ഇടപെടലിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധിയായി ഇത് മാറുമെന്ന് അറിയില്ല. നമുക്കറിയാം, ആദ്യമൊക്കെ മുഹമ്മദ് റിയാസ് മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി പറയുമ്പോൾ നഗരം സുന്ദരമാകാൻ പോകുന്നു, നഗരം സ്വർഗമാകാൻ പോകുന്നു എന്ന് എല്ലാവരും ആ രീതിയിൽ തന്നെ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം അത് തന്നെ വിചാരിച്ചാണ്. പക്ഷേ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി ഇത്ര കഠിനമെന്ന് തലസ്ഥാനവാസികൾ, ഒരുപക്ഷെ മന്ത്രി ഉൾപ്പെടെയുള്ള അറിഞ്ഞത് പിന്നീടാകാം. നിരന്തരം പരാതികളായി ആളുകൾ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്, ജനറൽ ആശുപത്രി മാത്രമല്ല, ഒരു സ്വകാര്യ ആശുപത്രി, ഗോവിന്ദൻ സഭയുള്ള സ്വകാര്യ ആശുപത്രി അവിടെയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും വാഹനങ്ങൾ മെറ്റലിലൂടെയെങ്കിലും കടന്നു പോകും? നേരത്തെയൊന്നും അതുപോലും കൂറ്റൻ കുഴികളായിരുന്നു, ഗർത്തങ്ങളായിരുന്നു. എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് ആളുകൾ പോയിരുന്നത്? അവിടെ ചികിത്സയുള്ള ആളുകൾ എങ്ങനെ തിരിച്ചു പോയിരുന്ന കാര്യം വളരെ അത്ഭുതം തോന്നും. ആ രീതിയിലുള്ള ദുരന്തം തന്നെയാണ് ആളുകൾക്കുണ്ടായത്. ഇപ്പോൾ ഈ വാഹനങ്ങൾ ഇങ്ങനെ ബൈക്കൊക്കെ ഈ മെറ്റലിലൂടെയെങ്കിലും ഓടിപ്പോകുന്നുണ്ട്. അതൊന്നും കഴിയാത്ത അവസ്ഥ. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ചെറുതും വലുതുമായ കടകൾ, വീടുകളുടെ അവസ്ഥ അതിലും കഷ്ടമാണ് സാർ. കാരണം ഓരോ ദിവസവും പൈപ്പ് കൂട്ടുന്ന അവസ്ഥയുണ്ട്. നമ്മൾ ഈ സിറ്റിയുടെ ഒരു സെൻട്രൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇതാണ് ചിത്രം. പക്ഷേ ഈ നഗരത്തിന്റെ അല്പം മൂലകളിലേക്ക് ചെന്നാൽ, ഉദാഹരണം ഈ കഴക്കൂട്ടം മേഖല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോന്നാൽ സിറ്റി ഗ്യാസ് മറ്റൊരു വെല്ലുവിളിയാണ് അവിടെ. കാരണം അവിടെ ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ അവിടുത്തെ റോഡുകളുടെ ഒരു സൈഡ് മുഴുവൻ കുഴിച്ച് പൈപ്പിങ്ങിന് വന്നു. പിന്നീട് അത് പ്രതിസന്ധിയിലായി. ഈ മഴയ്ക്ക് മുമ്പ് അത് തീരുമോ? എന്താണ് അതിന്റെ ഒരു പ്രഖ്യാപന പൂർത്തീകരണം?
സിറ്റി ഗ്യാസ് ഓരോ ഘട്ടമാണ്, അത് എന്ന് കൃത്യമായി പൂർത്തീകരിക്കുന്നത് ഇപ്പോഴും ഓരോ വാർഡുകളും ഓരോ അവിടുത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി എന്ന് തീരുന്നു പറയാം. സിറ്റി ഗ്യാസ് വേണ്ടി കുഴിക്കുമ്പോൾ ഇതേ പ്രശ്നം വീണ്ടും ഉണ്ടാകാറുണ്ട്. ഈ ഉദാഹരണത്തിന് നമ്മുടെ കുമാരപുരത്ത് നിന്ന് കണ്ണമുറിയിലേക്ക് വരുന്ന റോഡുണ്ട്, കലാകൗമുദി റോഡ്. വളരെ ഷോർട്ട് കട്ടാണ് ഈ നഗരത്തിലേക്ക് വരാൻ. നമുക്ക് കഴക്കൂട്ടം വരുന്നവർക്കൊക്കെ ആ ഭാഗം ഉപയോഗിക്കുന്നതാണ്, മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ റോഡൊക്കെ എത്രയോ മാസങ്ങളായി വലിയ സിറ്റി ഗ്യാസിന് വേണ്ടി കുഴിച്ചിട്ടേക്ക് അതേ രീതിയിൽ വലിയ കുഴികളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. എന്ന് തീരുമെന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. അതെ, ഈ സന്തോഷം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് കാണുക. അതായത് ഇത് ഈ കാണുന്ന പൈപ്പിംഗ് സംവിധാനം വരുന്നത് കൊണ്ടാണ് ഈ റോഡ് നിർമ്മാണത്തിൽ വലിയ അതായത് സാധാരണ ഒരു റോഡിന്റെ പുതുക്കലല്ല, മറിച്ച് ഇതൊരു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാണ്. അതായത് നഗരത്തെ പുതിയ സ്മാർട്ട് സിറ്റി തലത്തിലേക്ക് ഉയർത്തുക, അതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രഖ്യാപനം. അതിന്റെ ഭാഗമായി റോഡുകളുടെ ഇടയിലൂടെ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ഈ പൈപ്പുകൾ കടത്തിയിടുക. അതായത് ഇനി അങ്ങോട്ട് ഈ റോഡുകൾ, സ്മാർട്ട് സിറ്റി റോഡുകൾ കുത്തിപ്പണിയില്ല എന്നതാണ് അധികൃതരുടെ ഉറപ്പ്. അവർ ഈ വൈകല്യം നൽകുന്ന ഒരു വിശദീകരണം അങ്ങനെ കൂടിയാണ്. കാരണം നമ്മളൊപ്പം തന്നെ ആ സാഹചര്യം കൂടി പറഞ്ഞു പോവുകയാണ്. കാരണം ഇത്തരം ഒരു വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് ആ പൈപ്പുകളിലൂടെ ആവാം ഇനിയുള്ള എല്ലാ കേബിളിങ്ങും നടക്കുക. അതായത് ഏതെങ്കിലും ഒരു കേബിൾ ഇടുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടി ഇനി റോഡ് കുത്തിപ്പൊളിക്കില്ല, ഇതാണ് ഇവർ നൽകിയിരിക്കുന്ന ഉറപ്പ്. മറിച്ച് ഇപ്പോൾ സ്ഥാപിച്ച ഈ വലിയ കേബിൾ സംവിധാനത്തിലൂടെ തന്നെ പുതിയ കേബിളുകൾ കടത്തി വിട്ടുകൊണ്ട് അതിനി ഉപയോഗപ്പെടുത്തുമെന്നതാണ്. അത് സ്മാർട്ട് സിറ്റിയുടെ ഒരു പുതിയ കാലചിന്തയാണ്. അത് അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അതെന്തായാലും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും പക്ഷേ ഒരു കാര്യം, അനിശ്ചിതമായി ഈ പ്രതിസന്ധി ഇങ്ങനെ തുടരുന്നു എന്നതാണ്. അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതാ ഈ റോഡ്, മുന്നോട്ട് വെക്കുന്ന റോഡ് നോക്കൂ. ആളുകൾ കാൽനടയായി നടന്നു. മുൻകാലങ്ങളിലൊക്കെ വാഹനങ്ങൾ നടന്നു വന്നവർക്ക് തൊട്ടടുത്തുള്ള ഈ ജനറൽ ആശുപത്രിയിലേക്ക് അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിന് പോലും വാഹനത്തിലെത്താൻ കഴിയില്ലാത്ത ഒരു അവസ്ഥ. ഇത് ഈ നഗരത്തിന്റെ ഒരു ചെറിയ മേഖലയുടെ ചിത്രം മാത്രമാണ്. മറ്റിടങ്ങളുടെ ചിത്രം കൂടി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം.